വിറപ്പിക്കാമെന്ന് കരുതിയാണ് യുദ്ധം ആരംഭിച്ചത്. നഷ്ടം അനവധി സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ പോലും അമേരിക്കയോടും അവരുടെ സാമ്രാജ്യത്വ നിലപാടുകളോടും സന്ധി ചെയ്യാൻ ഇറാൻ എന്ന രാഷ്ട്രം തയ്യാറായിട്ടില്ല. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം ഒരു സാമ്രാജ്യത്വത്തിന്റെ കാൽക്കൽ വെക്കാനും അവർ തയ്യാറല്ല എന്നതാണ് പശ്ചിമേഷ്യയിലെ റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയതന്ത്രം ഇന്ന് ലോകത്തിന് മുന്നിൽ പരിഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ചമഞ്ഞ് നൊബൽ സമ്മാനത്തിന് വരെ കണ്ണുവെക്കുന്നവർ യഥാർത്ഥത്തിൽ മേഖലയെ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചവരാണ് എന്നത് ഒരു വൈരുദ്ധ്യമാണ്. തങ്ങൾ വിചാരിക്കുന്നിടത്തെല്ലാം ബോംബിട്ട് മടങ്ങാമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അമിത ആത്മവിശ്വാസം ഇറാന്റെ മണ്ണിൽ പ്രായോഗികമല്ല എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിയിക്കും. ആകാശ യുദ്ധങ്ങളിലൂടെ രാജ്യങ്ങളെ തകർക്കുന്നത് പോലെയല്ല ഇറാന്റെ ഭൂപ്രകൃതിയും പ്രതിരോധവും. പ്രകൃതി തന്നെ തീർത്ത കവചങ്ങളും ഭൂഗർഭ സൈനിക താവളങ്ങളും ഇറാന്റെ കരുത്താണ്. അമേരിക്കൻ കരസേനയെ ഇവിടേക്ക് ഇറക്കാൻ മുതിരുന്നത് സ്വന്തം സൈനികരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മേഖലയെ മുഴുവൻ വിറപ്പിച്ച അമേരിക്ക ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തോൽവി ഭയന്നുള്ള തന്ത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അടുത്തിടെ നടന്ന ചർച്ചകളിൽ ഇറാൻ സ്വീകരിച്ച കർക്കശമായ നിലപാട് അവരുടെ ആത്മവിശ്വാസത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. തുർക്കി വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ ഇരട്ടത്താപ്പുകൾക്ക് വഴങ്ങില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയോട് സന്ധി ചെയ്യില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. സമാധാന ശ്രമങ്ങളുടെ മറവിൽ നടന്ന പഴയകാല ചതികൾ മറക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യം തന്നെയാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ വഴി ഈ മേഖലയിലെ യഥാർത്ഥ അധികാരികൾ തങ്ങളാണെന്ന് ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സമാധാന നാടകങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ ധീരത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ കടന്നു കയറുന്ന സൈനികർക്ക് മരണം വരിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർക്ക് അതിനുള്ള ശേഷിയും സംവിധാനവും ഇപ്പോഴുണ്ട്. ഭൂഗർഭ അറകളിൽ അവർ സൂക്ഷിച്ചു വെച്ച നിരവധി മിസൈലുകൾ ഇനിയും അമേരിക്കയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. ഏതൊക്കെയാണ് ആ മിസൈലുകളെന്നോ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നോ ഇന്നും ലോകത്തിന് അറിയില്ല. അത്രത്തോളം പ്രതിസന്ധി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിൽ ഇറാൻ സൃഷ്ടിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തികപരമായ കാര്യത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. പുതിയൊരു സാമ്പത്തിക വർഷം വരാൻ പോകുകയാണ്. ഒരു 15-20 രൂപ പോലെ ഒരു ചെറിയ തുക നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടോ എങ്കിൽ 2 കോടി വരെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പരിരക്ഷ ഒരുക്കാൻ പറ്റും. അതിന് വില കൂടിയ ലൈഫ് ഇൻഷുറൻസ് അല്ല എടുത്തു വെക്കേണ്ടത്. മാസം 400-500 രൂപ പോലെ ചെറിയ പൈസ മാത്രം കൊടുത്ത് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക. ഇതുവരെ ആരെങ്കിലും ടേം ഇൻഷുറൻസ് എടുക്കാത്തവരുണ്ട് എങ്കിൽ ഇപ്പോഴേ എടുത്തു വെക്കുക. കാരണം ഏപ്രിലൊക്കെ ആകുന്ന സമയത്തേക്ക് ഇനി ഇതിന്റെ പ്രീമിയം കൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതാണ് ഏറ്റവും നല്ല അവസരം. ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. ടേം ഇൻഷുറൻസ് എടുത്തയാൾ മരണപ്പെട്ടാൽ കുടുംബത്തിന് പിന്നീട് ജീവിക്കാൻ ചെലവുകൾക്കായിട്ട് 2 കോടി രൂപ പോലെ വലിയ തുകയാണ് കവറേജ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. മരണത്തിന് മാത്രമല്ല, ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ വന്നാലോ അപകടത്തിൽ അംഗവൈകല്യം വന്നാലോ കവറേജ് കിട്ടുന്ന രീതിയിൽ ആഡ് ഓണുകളും നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് വിദേശത്തേക്കാൾ 30 മുതൽ 50% വരെ ചിലവ് കുറവിൽ ഇതെടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കുടുംബം സാമ്പത്തികമായി തകരാതിരിക്കാൻ ടേം ഇൻഷുറൻസ് നിർബന്ധവുമാണ്. അത്യാവശ്യം വിദ്യാഭ്യാസവും വരുമാനവും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് എടുക്കാൻ വളരെ എളുപ്പമാണ്. എടുക്കാൻ പറ്റുന്നവർ നിർബന്ധമായും എടുത്തു വെക്കുക തന്നെ വേണം. നിങ്ങളുടെ വരുമാനം പെട്ടെന്ന് ഇല്ലാതായാലും കുടുംബത്തിന് തുടർന്നും മുന്നോട്ട് പോകണമല്ലോ. അതിന് കുറഞ്ഞ ചെലവിൽ 15% വരെ ഡിസ്കൗണ്ടോടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്കിൽ പോയാൽ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. തിരികെ വരികയാണെങ്കിൽ, പേർഷ്യൻ ഗൾഫിന്റെ നീല ജലാശയങ്ങൾക്കിടയിൽ വെറും 20 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഗാർഗ് ദ്വീപ് ഇന്ന് ആഗോള രാഷ്ട്രീയത്തിന്റെ ചർച്ചാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിസ്തീർണത്തിൽ ചെറുതാണ് എങ്കിലും ഇറാന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഈ പവിഴ ദ്വീപിനുള്ള സ്ഥാനം വാക്കുകൾക്ക് അതീതമാണ്. ഇറാന്റെ സാമ്പത്തിക ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാർഗിനെ ലക്ഷ്യം വെച്ച് അമേരിക്കൻ കമാൻഡോകൾ നീങ്ങുന്നു എന്ന വാർത്തകൾ മേഖലയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90%-ലധികം നടക്കുന്നത് ഗാർഗ് ദ്വീപിലെ അത്യാധുനിക ടെർമിനലുകൾ വഴി തന്നെയാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ നിന്നാണ് ഇറാന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്ന ഇന്ധനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഗാർഗ് ദ്വീപിനെ തളർത്തുക എന്നാൽ ഇറാന്റെ സാമ്പത്തിക നാടി മുറിക്കുക എന്നതാണ് അർത്ഥം. ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഈ ചെറുദ്വീപിനെ ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഗാർഗ് ദ്വീപിന്മേലുള്ള ഏതൊരു ചെറിയ പ്രകോപനവും ലോകം ഇതുവരെ കാണാത്തത്രയും വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നതാണ് മറ്റൊരു കാര്യം. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം വെറുതെ കണ്ടു നിൽക്കാൻ ഇറാൻ തയ്യാറാകില്ല എന്ന് ഇതിനോടകം തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി ഈ ദ്വീപിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇറാൻ ഇന്ന് സജ്ജവുമാണ്. അമേരിക്കൻ കമാൻഡോകൾ ഈ ദ്വീപിൽ കൈവച്ചാൽ അത് പേർഷ്യൻ ഗൾഫിനെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റുമെന്ന കാര്യത്തിലും സംശയമല്ല. വെറും ഒരു സൈനിക നീക്കം എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടി കൂടിയാണിത്. ഗാർഗ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. സമാധാന ചർച്ചകളെക്കുറിച്ച് വാചാലരാകുന്നവർ തന്നെ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കാൻ കമാൻഡോകളെ അയക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഗാർഗിലെ ഈ കൈവിട്ട കളി ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന വലിയൊരു ദുരന്തത്തിലേക്കുള്ള തുടക്കമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ ഇപ്പോഴുള്ളത്. എന്തായാലും അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളും സമാധാനത്തിന്റെ മറവിൽ നടത്തുന്ന സൈനിക അധിനിവേശങ്ങളും ഒരു തലത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം തകർക്കുകയും രാജ്യങ്ങളെ തകർക്കുകയും ചെയ്ത ലോക പോലീസ് ചമയൽ ഇറാന്റെ മണ്ണിൽ പ്രായോഗികമല്ലെന്ന് അമേരിക്ക ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്നാവും. സ്വന്തം പരമാധികാരവും സാമ്പത്തിക സ്രോതസ്സുകളും സംരക്ഷിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകൾ നീതിയുക്തമാണ്. പ്രത്യേകിച്ചും ഗാർഗ് ദ്വീപ് പോലുള്ള വളരെ തന്ത്രപ്രധാനമായ മേഖലകളിൽ അമേരിക്കൻ കമാൻഡോകളെ അയച്ച് അധിനിവേശത്തിന് ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് ക്ഷണിക്കുകയും മറുവശത്ത് ഇറാന്റെ സാമ്പത്തിക ജീവനാഡിയായ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇത്തരം പ്രകോപനങ്ങൾ മേഖലയെ ഒരു മഹാദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ആത്മവിശ്വാസമുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ ശബ്ദമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വന്തം സൈനികരെ പോലും അപകടത്തിലാക്കുന്നതാണ് എന്നതുകൂടി ഇവിടെ കൃത്യമായിട്ട് പറയണം. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ പോരാട്ട വീര്യം സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. വൻ ശക്തികളുടെ അഹങ്കാരത്തിന് വഴങ്ങാതെ സ്വന്തം മണ്ണും കടലും കാക്കാൻ ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം ലോകമെമ്പാടുമുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ കരുത്തു പകരുന്നതാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ നയതന്ത്ര പരാജയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുക എന്നത് നീതി ആഗ്രഹിക്കുന്നവരുടെ കടമ കൂടിയാണ്. എന്തായാലും ഗാർഗ് ദ്വീപ് എന്നല്ല, ഇറാന്റെ ഒരു തരി മണ്ണ് പോലും അമേരിക്കയ്ക്ക് തൊടാൻ സാധിക്കില്ല. അതിനുള്ളത് വർഷങ്ങളായി അവർ കരുതി വെച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാന്റെ മണ്ണ് സംരക്ഷിക്കാൻ ഇറാൻ എന്നോ സജ്ജമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കുന്ന കാര്യത്തിന് കൂടി നമ്മൾ മുൻഗണന നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇല്ലാതായാലും നല്ല രീതിയിൽ കുടുംബം കഴിയാൻ ഒരു ടീം ഇൻഷുറൻസ് അത്യാവശ്യമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി 15% വരെ ഡിസ്കൗണ്ടോടെ ഒരു ടീം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.